ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോമങ്കി. ടെസ്റ്റ്നെറ്റ് സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെസ്റ്റ്നെറ്റ് സീരീസിന്, അതല്ല ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പിനും ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഡിസ്കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കോഡിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്കോഡിൻ്റെ A to Z കാര്യങ്ങളെല്ലാം കവർ ചെയ്യാം. അപ്പോൾ ഡിസ്കോഡ് ഒരു യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോമല്ല, അതായത് ഒരു ബിഗിനർ യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോമല്ല. ഒരു ആദ്യമായിട്ട് ഒരാൾ വരുമ്പോൾ എന്താണെന്നൊന്നും മനസ്സിലാവില്ല, ഭയങ്കര ഒരു കോംപ്ലക്സ് പോലെയാണ്. അത് ഓൾമോസ്റ്റ് എല്ലായിടത്തും കംപ്ലൈൻ്റ് ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഡിസ്കോഡ് എന്ന് പറയുന്നത്. പക്ഷേ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് തോന്നും. സ്റ്റാർട്ടിംഗ് ട്രബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊരു ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പിലായിട്ടൊരു ചാനലുണ്ട് ടെലഗ്രാമിലും. ഇവിടെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ എല്ലാ ടെസ്റ്റ്നെറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മളിവിടെ കവർ ചെയ്യുക. എല്ലാത്തിൻ്റെ പ്രൊജക്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം ഇടുന്നത് എവിടെയായിരിക്കും, നമ്മുടെ ഈ ചാനലിലായിരിക്കും. അതുപോലെ ഡൗട്ട് എന്തെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരാം. അതിൻ്റെ കറക്റ്റ് ടോപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിച്ചു വേണമെങ്കിൽ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാം. അല്ലാതെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഡിസ്കോഡിലേക്ക് വരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഡിസ്കോഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ആപ്പായിട്ട് യൂസ് ചെയ്യാം, മൊബൈലിൽ ആപ്പായിട്ട് യൂസ് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അല്ലാതെ ഇതുപോലെ ബ്രൗസറിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൗസറിലാണ്, കാരണം ഡെസ്ക്ടോപ്പ് ആപ്പ് എൻ്റെ ഒരു 100 സെർവറിന് അടുത്തായിട്ടുണ്ട് നമ്മുടെ ഡിസ്കോഡ് തന്നെ. സെർവർ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇത്ര ആകുമ്പോൾ നല്ല രീതിയിൽ പ്രോസസ്സർ വലിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്കോഡ് ബ്രൗസറിലാണ് യൂസ് ചെയ്യുന്നത്. ബ്രൗസറിലും വലിക്കില്ല എന്നല്ല, പക്ഷെ എന്നാലും മറ്റേതിന് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാൻ ബ്രൗസറിലാണ് ഡിസ്കോഡ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ മൊബൈലാണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം പ്ലേ സ്റ്റോറിൽ നിന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ ലോഗിനോ സൈനപ്പ് കാണും. നമ്മൾ സാധാ പോലെ യൂസർ നെയിമും പാസ്വേഡ് ഒക്കെ അടിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ലോഗിൻ സൈനപ്പ് ചെയ്ത് നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. അക്കൗണ്ട് ഒരിക്കലും മറന്നു വരരുത്. വെറുതെ ഒരു ട്രാഷ് പോലത്തെ അക്കൗണ്ടായിട്ട് കാണരുത്. വളരെ ക്രൂഷ്യലാണ്. കാരണം ചില എയർ ഡ്രോപ്പുകൾക്ക് ഡിസ്കോഡിലെ റോൾസ് ഇതെന്താണെന്ന് പറഞ്ഞുതരാം. റോൾസ് നോക്കിയിട്ട് നല്ല രീതിയിൽ അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എയർ ഡ്രോപ്പുകൾ ഇതിന് എക്സാമ്പിൾ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പാസ്വേഡ്, നല്ല രീതിയിലുള്ള യൂസർ നെയിം ഉണ്ടാക്കുക. നല്ലൊരു യൂണീക്ക് ആയിട്ടുള്ള യൂസർ നെയിം എന്ത് ചെയ്യുക, ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇന്റർഫേസ് കാണുക. ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഒന്നും കാണില്ല. നിങ്ങൾക്ക് ഇവിടെ വെറുതെ ഒരു സെർവർ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ കാണിക്കും. ഇവിടെ നിങ്ങൾ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട, നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കുക, അത്ര മാത്രം ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന്റെ സെർവറിൽ കയറുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചാനലിൽ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു പ്രോജക്റ്റിന്റെ സെർവർ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ലിങ്ക് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താണ്. നമ്മുടെ പിങ് എയർ ഡ്രോപ്പിനുള്ളൊരു ഇതുണ്ട്, സെർവർ ഉണ്ട്. അപ്പോൾ സെർവർ എന്ത്, ഞാൻ അക്സെപ്റ്റ് ഇൻവൈറ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ ലിങ്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡിസ്കോഡിൽ ലിങ്ക് കിട്ടണം, എന്ത് ചെയ്യുക, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ സെർവറിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാൻ സെർവർ എന്നോട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എന്ത്, ഒക്കെ സെർവേഴ്സ്. അതായത് ഓരോ പ്രൊജക്റ്റിനും ഓരോ സെർവറുകൾ ഉണ്ടാവും. നമ്മൾ ഓരോ പ്രൊജക്റ്റും ഇപ്പോൾ മൈക്രോസോഫ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു പേജ് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ നമ്മളൊരു മൈക്രോസോഫ്റ്റിൻ്റെ നമ്മൾ ഇവിടെ യൂട്യൂബിൽ ഒരു ചാനലുണ്ടെന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഡിസ്കോഡിൽ ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിന് വരുന്ന ഒരു പേജിനെ പറയുന്ന പേരാണ് എന്ത്, സെർവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെർവറിൽ എന്തുണ്ടാവും, അവരെല്ലാ ഡീറ്റെയിൽസ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു സെർവറിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാനത് കാണിച്ചു തരാണ്. സെർവറിൽ ജോയിൻ ചെയ്ത് കണ്ടില്ല, എനിക്ക് ഇതുപോലെയാണ് കാണുന്നത്. എനിക്ക് ഇതിൽ എല്ലാ ചാനലും കാണുന്നില്ല. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നതാണ്. എനിക്കിവിടെ നോക്കുമ്പോൾ എനിക്ക് ആകെ ഇത്ര മാത്രമേ കാണുള്ളൂ. ഈ കാണുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ചാനൽസ് എന്ന് പറയുന്നത്. എനിക്കിവിടെ ആകെ 3, 4, 4, 7 ചാനൽ മാത്രമേ കാണുള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ഒറിജിനൽ ഞാൻ കയറിയിരിക്കുന്ന പിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ മെയിൻ ഡിസ്കോഡ് ഇതാണ്. ഇതിൽ ഞാൻ പിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് ഇതുപോലെ ഒരുപാട് ചാനലുകളുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് എല്ലാ ചാനലുകളോട് കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് സെർവറിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വെരിഫൈ ചെയ്യണം. നമ്മളൊരു ഹ്യൂമനാണ് വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെർവറിൻ്റെ ഉള്ള എല്ലാ ചാനലിലേക്കും എന്ത് കിട്ടില്ല, ആക്സസ് കിട്ടില്ല. അപ്പോൾ വെരിഫൈ ചെയ്യുന്ന ഓരോ സെർവറിലും ഓരോ തരത്തിലായിരിക്കും വെരിഫൈ. അപ്പോൾ എവിടെയാണ് ഒരു സെർവറിൽ കയറി നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത്, 90% സെർവറിന് എന്തുണ്ടാവും, വെരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് കയറിയ സെർവറിൽ നോക്കേണ്ടതാണ് വെരിഫൈ എന്ന ബട്ടൺ എവിടെയാണെന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് അലോ ഡയറക്റ്റ് മെസ്സേജ് സെർവർ ഇതൊന്നും കൊടുക്കണ്ട, കണ്ടിന്യൂ കൊടുക്കുക. അവരെ കുറച്ച് ഡിസ്ക്ലൈമർ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലേ, ഇവിടുത്തെ സെർവറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കോഡ് അടിച്ചാൽ മതി, 2 4 3 5 5 6 അടിച്ചു കൊടുത്തു. എന്ത് ചെയ്തു, എനിക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, നേരത്തെ കണ്ട എല്ലാ ചാനൽസും ഇവിടെ വിസിബിളായി കണ്ടില്ലേ. അപ്പോൾ വെരിഫിക്കേഷൻ നടന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എല്ലാ ചാനലിലേക്കും ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ടൈം ആലോചിക്കുക. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ സാധനങ്ങളൊക്കെ എന്താണ്, സെർവേഴ്സ്. അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ ഉള്ളിൽ കാണുന്ന സാധനങ്ങൾ എന്താണ്, ചാനൽസ്. അപ്പോൾ ഓരോ സാധനങ്ങളും സെർവറും ചാനൽസും ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എങ്ങനെയാണ് ഓരോന്നിനും നമ്മൾ തിരിക്കാൻ നോക്കാം. അതായത് നമുക്ക് ഈ അനൗൺസ്മെന്റ് ഓരോ പേരുകളായിരിക്കും ഓരോ സെർവറിൽ ഏർപ്പെടാം. ഈ അനൗൺസ്മെന്റിലായിരിക്കും എന്ത് ചെയ്യാം, അവർ ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള എന്തെങ്കിലും പുതുതായിട്ടുള്ള ന്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവരിടുന്നത് എവിടെയായിരിക്കും, ഈ അനൗൺസ്മെന്റ്, കമ്മ്യൂണിറ്റി അനൗൺസ്മെന്റ്, ഇങ്ങനത്തെ ഓരോ ചാനലിലായിരിക്കും തരാം അവരെടുക്കുക. പിന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ആയിട്ട് എന്തുണ്ടാവും, അവരുടെ ജനറൽ ചാറ്റ് ഓരോന്നിനും പലതരത്തിലായിരിക്കും. ജനറൽ ചാറ്റ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചാറ്റ് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സെർവറിലും കാണുന്നതാണ്
ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് പറയാനായിട്ട് എന്ത് ചെയ്യില്ല, നമ്മൾ ജനറൽ ചാറ്റ് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ചാനലിലൊക്കെ നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഔട്ട് കിട്ടും. ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 5 ദിവസത്തേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ടൈം ഔട്ട് കിട്ടും. 5 ദിവസം ചിലപ്പോൾ ചാറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗുഡ് മോർണിംഗ് ഒക്കെ പറയാനുണ്ടാവും. ഓരോ ചാനലിലും ഓരോ തരത്തിലുണ്ടാവും, ഓരോ കോഡുകളുണ്ടാവും. അപ്പോൾ ഈ ചാനലിലെ കോഡാണ് GPing എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ വന്നിട്ട് അത് GPing എന്നിടാം. ഒന്നുമില്ല, വേറെ ഉപകാരമൊന്നുമില്ല. ഗുഡ് മോർണിംഗ് പറയാനായിട്ട് എന്താണ് ഒരു GPing എന്ന് പറഞ്ഞ സ്ഥലം, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് വേറെ ചാനൽ പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഇതിൽ GM എന്നായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ സഹാറയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ നോക്കാം, സഹാറിൽ GM എന്നാണ്. അപ്പോൾ വെറുതെ എന്താണ് GM എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ്, GM എന്ന് പറഞ്ഞാൽ ഗുഡ് നൈറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ GM നമ്മളെന്ന് വെച്ചാൽ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ സ്മോൾ ആയിട്ട് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ സ്മോൾ ആയിട്ട് യൂസ് ചെയ്തപ്പോൾ പോയി. ചില ഇതിൽ നമുക്ക് ക്യാപിറ്റലൊന്നും മെസ്സേജ് അയക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്കോഡിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ടൈം ഔട്ട് അല്ലെങ്കിൽ ബാനൊക്കെ കിട്ടും. പിന്നെ മോഡ്സിൻ്റെ അടുത്ത് പോയി നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ത്രൂ മോഡ്സിൻ്റെ അടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിനായിട്ട് അൺബാനൊക്കെ ആക്കാനായിട്ട്. അപ്പോൾ ചടങ്ങാണ്. ഡിസ്കോഡിൽ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ഡിക്കോർ നല്ല മാനേജ് ചെയ്യാൻ നോക്കുക. നല്ല രീതിയിൽ ചാറ്റിങ്ങും അതുപോലെ ട്രാഷ് ടോക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. കാരണം നമുക്ക് പ്രോജക്റ്റിന് റോൾ കിട്ടേണ്ട ആവശ്യമാണ്. ഇനി അടുത്താണ് നമുക്ക് റോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രോജക്റ്റിനും ഓരോ തരത്തിലായിരിക്കും റോൾസ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ജനറൽ ചാറ്റിൽ ഇപ്പോൾ വന്നിട്ട് ഞാൻ GPing വന്നിട്ടും ഞാനൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ നമ്മുടെ ആ ഒരു പേരും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ റോൾ അസൈൻ ചെയ്ത് കാണാൻ പറ്റും. ഇവിടെ നൈട്രോ എന്ന് കാണാൻ പറ്റും. നൈട്രോ എന്ന് മേടിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ പ്രീമിയം ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ കണ്ടില്ലേ വെരിഫൈഡ് എന്ന് കാണാൻ പറ്റും. അതായത് എനിക്കിപ്പോൾ കറന്റ് ഈ ഒരു സെർവറിൽ ഞാൻ പുതിയ അക്കൗണ്ട് കയറുകയാണെങ്കിൽ എനിക്ക് വെരിഫൈഡ് എന്ന് പറഞ്ഞ റോൾ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ മെയിൻ സെർവറിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ പിങ് നെറ്റ്വർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു GM എന്ന് അടിക്കണം, അല്ല GPing അയക്കാൻ പോകണം. GPing എന്ന് അയച്ചു. ഇവിടെ ഞാൻ എൻ്റെ പേരും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ എന്തുണ്ട്, വേറെ റോൾസ് കാണുന്നുണ്ട്. കാരണം ഞാനിതിൻ്റെ മെയിൻ അക്കൗണ്ടാണ്. പിങ് പിൽഗ്രിംസ്, NFT ഹോൾഡർ, വെരിഫൈഡ്, പിങ് റൈഡേഴ്സ്, പിങ് ഗെയിമേഴ്സ്, അങ്ങനെ ഒരുപാട് റോൾസ് കാണാൻ പറ്റും. അപ്പോൾ ഒരു സെർവറിൽ കയറി നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ഏതൊക്കെ റോൾസ് ആണ് അക്വയർ ചെയ്യാൻ പറ്റും നോക്കുക. ആ റോൾസ് ആണ് ഒരു സെർവറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ എന്തുകൊണ്ട് റോൾസ് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില പ്രോജക്റ്റ് ഞാനിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്നത് സ്റ്റോറി പ്രോട്ടോക്കോളാണ്. സ്റ്റോറി പ്രോട്ടോക്കോൾ അതുപോലെ തന്നെ മൂവ്മെൻറ്റ്, ഈ പ്രോജക്റ്റൊക്കെ ഡ്രോപ്പ് തന്നു കഴിഞ്ഞപ്പോൾ അതിൽ റോൾസ് ഉണ്ടാകുന്നു, OG റോൾസ് എന്നൊക്കെ പറയും. അങ്ങനത്തെ റോൾസ് ഉണ്ടായിരുന്നവർക്കൊക്കെ നല്ല അലോക്കേഷൻ കിട്ടി. അതായത് 10, 400, 500 ടോക്കണൊക്കെ എന്ത് ചെയ്ത് റോൾസ്, OG റോൾസ് ഉള്ളവർക്കൊക്കെ അലോക്കേഷൻ കിട്ടി. അപ്പോൾ നിങ്ങളൊരു സെർവറിൽ ഏറ്റവും കൂടുതൽ ഗ്രൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡിസ്കോഡ് ഗ്രൈൻഡ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സെർവറിൽ ഏതെങ്കിലും റോൾസ് അക്വയർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ചിലപ്പോൾ ചാറ്റ് ചെയ്താലായിരിക്കും കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താലും കിട്ടുക. ഓരോ തരത്തിലായിരിക്കും ഓരോ സെർവറിൽ എന്ത് ചെയ്യുക, റോൾസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് സെർവറിൽ കയറാൻ അവിടെ എന്ത് ചെയ്യാം, റോൾസ് പറഞ്ഞൊരു ചാനൽ കാണാൻ പറ്റും. അവിടെ പോയി നമുക്കൊരു ബ്രീഫായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിയോ കൗബോയ്, ദ പാർട്ടിസിപ്പന്റ് ഓഫ് നിയോ ബോയ് കൗബോയ്, ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന നിയോ കൗബോയ് എന്ന് കിട്ടും. പിങ് മങ്സ്, ഇത് ടോപ്പ് ടയർ പിൽഗ്രിംസ് എന്ന് കിട്ടുന്ന റോളാണ്. അതുപോലെ പിങ് പിൽഗ്രിംസ്, അതുപോലെ നമുക്ക് ഇവിടെ ബാഡ്ജ് NFT ഹോൾഡർ ആണെങ്കിൽ അതുപോലെ NFT ഒരു റോൾ കിട്ടും. നേരത്തേക്ക് ബ്രോൺസ് ആണെന്നില്ലേ, അപ്പോൾ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് നിന്ന് റോൾ കിട്ടും. പിന്നെ ബാൻഡ് എടുത്ത് OG കണ്ടില്ലേ, ഇതുപോലത്തെ OG റോൾസുകളൊക്കെ എന്താണ് നമുക്കങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. ചില സെർവറിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സെർവറിലും ഓരോ ബോട്ടുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ബോട്ടുകൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ മെസ്സേജ് ഇവിടെ അയക്കില്ലേ, ഈ ഓരോ മെസ്സേജ് അയക്കുന്നതിന് അവർ ഓരോ XP കൊടുക്കും. XP എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മെസ്സേജ് ഇപ്പോൾ അയച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ചിലപ്പോൾ ഒരു 10 പോയിന്റ് കിട്ടും. ഇനി ഞാൻ കുറച്ച് കഴിയുമ്പോൾ അടുത്ത മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് 10 പോയിന്റ് കിട്ടും. അപ്പോൾ ഞാൻ എങ്ങനെ എത്രത്തോളം മെസ്സേജ് അയക്കുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യും, എനിക്ക് പോയിന്റുകൾ ഇങ്ങനെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. 10, 20 കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, എനിക്ക് ലെവൽസ് കാണാൻ പറ്റും. അപ്പോൾ ലെവൽസിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഓരോ ലെവലിൽ കൂടുന്നതനുസരിച്ച്. അപ്പോൾ ഡിസ്കോഡിൽ 10 ലെവൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എനിക്ക് ചിലപ്പോൾ ഒരു റോള് കിട്ടും. അപ്പോൾ അതിന് മെയിൻ എക്സാമ്പിൾ കാണിക്കണമെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പ്ലൂം എന്ന സെർവറിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഡിസ്കോഡിൽ ഓരോ ലെവലിലും എന്താണ് നമുക്കിവിടെ റോൾസ് കാണാൻ പറ്റും. ഞാനിവിടെ റോൾസ് ഇൻഫോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഞാൻ ലെവൽ 5 ആയി കഴിഞ്ഞാൽ എന്തിട്ടും ഫ്ലഡ്ജിങ് എന്ന് പറഞ്ഞ റോളിങ് കിട്ടും. ലെവൽ 10 ആയി കഴിഞ്ഞാൽ ലിൽഗൂൺ. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്, ഇതിൽ ചാറ്റ് ചെയ്ത്, അത് ചാറ്റ് ചെയ്യുന്നത് എന്തോരം ചെയ്യേണ്ടി വരും, നല്ല രീതിയിൽ ചാറ്റ് ചെയ്യേണ്ടി വരും. ഇതിൽ ചാറ്റ് ചെയ്ത പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറേ ആൾക്കാരുള്ള സെർവറിൽ നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ഗോട്ടിന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. അപ്പോൾ കണ്ടില്ല ഇവിടെ ടൈം ഔട്ട് കാണാൻ പറ്റും. പിന്നെ എനിക്ക് 1 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഉള്ളൂ അടുത്ത മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്യണമെങ്കിൽ, നല്ല രീതിയിൽ റോൾ കിട്ടണമെങ്കിൽ എന്ത് വരും, നല്ല പണിയെടുക്കേണ്ടി വരും. അതാണ് ഈ ഡിസ്കോഡ് ഗ്രൈൻഡിങ് കുറച്ച് ടഫാന്ന് പറയുന്നത് എന്താണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ മെസ്സേജ് എന്ത് ചെയ്യാം, എനിക്ക് ഇതുപോലെ റോൾ കിട്ടിക്കഴിഞ്ഞാൽ ഓരോ പ്രോജക്റ്റിനും ആ റോളിനനുസരിച്ച് എന്ത് ചെയ്യാം, ചിലപ്പോൾ അലോക്കേഷൻ കൂടുതൽ കിട്ടാം. ചില പ്രോജക്റ്റിൽ ചിലപ്പോൾ ഡിസ്കോഡ് നമ്മൾ എത്ര ഗ്രൈൻഡ് ചെയ്ത് കുറേ റോൾ കിട്ടിയാലും ചിലപ്പോൾ എന്തെങ്കിലും അലോക്കേഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാനിപ്പോൾ മൂവ്മെൻറ്റ് സെർവറിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ ഞാൻ മൂവ്മെൻറ്റ് സെർവർ എടുക്കണം. ഇതിൽ ഓരോരുത്തരുടെ റോള് കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതായത് എനിക്കൊക്കെ ആകെ ഒരു 6-7 റോളുള്ളൂ. പക്ഷേ ഇതിൽ ഫസ്റ്റ് തൊട്ട് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ കുറേ റോളുകൾ കാണാൻ പറ്റും. 10, 40, 60 റോളുകൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ച് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഗർഗർ എന്ന് ഒരാളെ എടുക്കുകയാണെങ്കിൽ പുള്ളിയാണെങ്കിൽ കണ്ടില്ലേ 18, അതായത് 20ഓളം റോളുണ്ട്. അപ്പോൾ ഈ റോളൊക്കെ എന്താണ് ഓരോ ആക്ടിവിറ്റി വഴിയാണ് അക്വയർ ചെയ്യുന്നത്. ഓരോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ എക്സിൽ അവരെ കുറിച്ചൊരു പോസ്റ്റ് ഇടണം.
നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ എക്സിലൊരു പോസ്റ്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ അവരെ കുറിച്ചൊരു പോസ്റ്റ് ഉണ്ടാക്കി നമ്മൾ ഇട്ട് കഴിഞ്ഞ് എന്ത് ചെയ്യും, നമ്മൾ അവരെന്ത് ചെയ്യുക, ആ ലിങ്ക് എന്ത് ചെയ്യുക, നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞാനിട്ട പോസ്റ്റ് ആവാൻ വേണ്ടി. അപ്പോൾ ആ ലിങ്ക് നല്ല രീതിയിൽ ഷെയർ ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു പോസ്റ്റാണ് എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ച് ചിലപ്പോൾ റോള് ചിലപ്പോൾ എന്ത് ചെയ്യും, അവരുടെ മോഡ്സ് നമുക്ക് എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് തരുന്നതായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ഡിസ്കോഡിലും ഓരോ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും. ആ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യും നിങ്ങൾക്ക് ഓരോ റോള് കിട്ടും. ചിലപ്പോൾ ഓരോ പ്രോജക്റ്റിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്ത് ആ റോളിനനുസരിച്ച് നിങ്ങൾക്ക് അലോക്കേഷൻ ടെസ്റ്റ്നെറ്റിന്റെ എയർ ഡ്രോപ്പ് വരുമ്പോൾ അതിനുള്ള അലോക്കേഷൻ ചിലപ്പോൾ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. ചില ഇതിൽ എന്തില്ല, റോള് കൺസിഡർ ചെയ്യില്ല. അടുത്ത ഡിസ്കോളിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളാണ് എൻഗേജ് എന്ന് പറയുന്നത്. എൻഗേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സെർവറിനും ഉണ്ടാവും അവർക്ക് സ്വന്തമായിട്ട് എന്താണ് ഒരു എക്സ് അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ അവരിടുന്ന പോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ എൻഗേജ് ആവാനായിട്ട് അവരെന്ത് ചെയ്യും, ഇതുപോലെ എൻഗേജ് കൊണ്ട് ഒരു ചാനൽ വയ്ക്കും. അപ്പോൾ എൻഗേജ്മെന്റ് ചാനൽ കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിടുന്ന പോസ്റ്റുകൾക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ലൈക്ക് ചെയ്യേണ്ടി വരും, റീട്വീറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കമന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് അവരൊരു പോയിന്റ്സ് തരും. അപ്പോൾ ആ പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ നമുക്ക് ചില റോളുകളൊക്കെ അക്വയർ ചെയ്യാൻ പറ്റും. അതുപോലെ ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ എക്സ്പി കൂട്ടാൻ പറ്റും. നമ്മുടെ ആ ഒരു സെർവറിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പി കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫഗ്ലി എന്ന സെർവറിലേക്ക് വന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ചിലപ്പോൾ ഇതിലാകെ കുറച്ച് റോളുകളുള്ളൂ, പക്ഷേ ചില സ്ഥലത്ത് ഒരു മാർക്കറ്റ് പ്ലേസ് കൊണ്ട് കാണാൻ പറ്റും. മാർക്കറ്റ് പ്ലേസ് ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചിട്ടാണെങ്കിൽ, ഞാനിപ്പോൾ നവോരിസ് പ്രോട്ടോകോളിലേക്ക് വരികയാണെങ്കിൽ നവോരിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ ട്വിറ്റർ ഉണ്ട്. ട്വിറ്ററിൽ എന്ത് ചെയ്യും, അവരോരോ പോസ്റ്റുകളിടും. നമ്മൾ എന്ത് ചെയ്യണം, അതിവിടെ എൻഗേജ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എൻഗേജ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, 9 hours ആയിക്കോ, ഇത് 9 hours ആവും, ഇത് എക്സ്പയർ ആവും. അതിന് മുന്നേ നമ്മൾ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് ആക്ടിവിറ്റി ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് പോയിന്റ്സ് കിട്ടി വിചാരിക്കാം. കംപ്ലീറ്റ് ചെയ്യാൻ എന്താണ് ആക്ടിവിറ്റി എന്ന് വന്നത്, ഈ ട്വിറ്ററിൽ ഇടുമ്പോൾ അവർ എന്ത് ചെയ്യും, ലൈക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ഉണ്ടില്ലേ, ഈ ഒരു പോസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, ഇതിപ്പോൾ ലോഡായി വന്നപ്പോൾ ഇത് ലോഗിൻ ചെയ്യാൻ കാണിക്കട്ടെ. ഇങ്ങനത്തെ ഇഷ്യൂ വരികയാണെന്ന് ചെയ്യുക, നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് URL പോയിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് റീഫ്രഷ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് ലോഗിൻ ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ആ ലോഗിൻ സൈൻ അപ്പ് ഞാൻ ഒരു ഇഷ്യൂ എന്തെങ്കിലും പോയിട്ട്, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം എന്തൊരു ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുക ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു ബഗ്ഗാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ഫഗ്ലിയുടെ സെർവറിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഫഗ്ലിയുടെ സെർവറിലേക്ക് പോവുകയാണ്. ഞാൻ മാർക്കറ്റ് പ്ലേസിൻ്റെ കേസ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഫഗ്ലിയുടെ സെർവറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് ഫഗ്ലിയുടെ സെർവർ. ഫഗ്ലിയിൽ പോയിട്ട് എന്ത് ചെയ്യണേ, ഇവിടെ എൻഗേജ് എന്ന് പട്ടം വന്നു. ഞാൻ എന്ത് ചെയ്യണേ, ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഇതുപോലെ ഒരു പോസ്റ്റിലേക്ക് തുറന്നു. അവർ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്, ലൈക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്, റീട്വീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്, കമന്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ലൈക്കും ചെയ്തു, റീട്വീറ്റും ചെയ്തു, റീട്വീറ്റ്, അതിനുശേഷം ഒരു കമന്റ് കൊടുത്തു, LFG എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് കൊടുത്തു. എന്ത് ചെയ്യാൻ, റിപ്ലൈ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ ആക്ടിവിറ്റി ചെയ്ത് എന്ത് ചെയ്യും, ഈ ഒരു ബോട്ട് എന്ത് ചെയ്യും, അത് ട്രാക്ക് ചെയ്യും. നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി എല്ലാം ചെയ്തോ എന്ന് എന്ത് ചെയ്യും, ഈ ഒരു ബോട്ട് ട്രാക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു ബോട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മുടെ ഡിസ്കോഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബോട്ടിലേക്ക് നമ്മുടെ എക്സ് അക്കൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും, ബൈൻഡ് ചെയ്യേണ്ടി വരും. അതിനായിട്ട് എന്താണ്, ഓരോ സെർവറിലും ഓരോ തരത്തിലുള്ള ബോട്ട് കമാൻഡ്സ് ഉണ്ടാവും. നമ്മൾ ജനറലൊന്നും പോയിട്ട് ചെയ്യരുത്. നമ്മളിതുപോലെ ബോട്ട് എന്ന് പറഞ്ഞ സെർവറിലുണ്ടെങ്കിൽ ചാനലിൽ എന്ത് ചെയ്യുക, അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, /set Twitter എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ടൈപ്പ് ചെയ്തിട്ട് ശേഷം നമ്മുടെ എക്സിൻ്റെ യൂസർ നെയിം എന്താണ്, നമ്മുടെ എക്സിൻ്റെ യൂസർ നെയിം നമ്മുടെ യൂണീക്ക് ആയിട്ടുള്ള യൂസർ നെയിം ഇല്ലേ, ഇപ്പോൾ ക്രിപ്റ്റോ മങ്ക് എക്സ് ആണ് എൻ്റെ പേര്, അടിച്ചു കൊടുത്തു. ഞാൻ ഓൾറെഡി എന്തുണ്ട്, ഈ എൻഗേജ് ബോട്ടായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഓൾറെഡി കണക്റ്റഡ് ദിസ് അക്കൗണ്ട് കാണിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻഗേജിൽ വന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഈ പോസ്റ്റിലേക്ക് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ആക്ടിവിറ്റി ഒക്കെ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ബോട്ട് ചെക്ക് ചെയ്യും, ഓക്കെ ഇത് ലൈക്ക് ചെയ്തു, റീട്വീറ്റ് ചെയ്തു, കമന്റ് ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര പോയിന്റ് കിട്ടി, 3 പോയിന്റ് എനിക്ക് കിട്ടി. അപ്പോൾ ഇതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും കണ്ടില്ല, ഇതൊക്കെ ഈ ഗ്രേ ഔട്ട് ചെയ്യാത്ത എല്ലാ സാധനങ്ങളും എന്താണ്, ഇതൊക്കെ ആക്ടിവിറ്റി ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇതുപോലെ XP കിട്ടും. ആ XP യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഓരോ ഡിസ്കോളിലും ഓരോ തരത്തിലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇതുപോലെ കുറേ XP കിട്ടി. നവോരിസ് പ്രോട്ടോകോളിൽ XP കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 300 XP കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ എന്ത് ചെയ്യാം, മാർക്കറ്റ് പ്ലേസിൽ പോയി എന്ത് ചെയ്യാം, 2 റോളിക്ക് പഠിക്കാൻ കിട്ടും. കണ്ടില്ലേ, OG നവോരിയൻ 300 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഈ 300 പോയിന്റ്സ് എവിടെ നിന്ന് കിട്ടുന്നത്, എനിക്ക് ഇതുപോലെ ഇത് കണ്ടില്ലേ, നേരത്തെ അവിടെ എൻഗേജ് എന്നാണ് പേര്, ഇവിടെ എന്താ പേര്, ട്വിറ്റർ എന്നാണ് പേര്. അപ്പോൾ ഇവിടെ ആയിരിക്കും എന്ത് ചെയ്യുക, പോസ്റ്റുകൾ വരിക, അവിടെ എൻഗേജ് ചെയ്യുക, അതിനുശേഷം ഈ ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് മസ്റ്റ് ആണ്, ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇത് വെരിഫൈ ചെയ്യുള്ളൂ. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും, ഇപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റ് ക്ലിക്ക് ചെയ്യണം, ഞാൻ ഇത് എൻഗേജ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, തോന്നണമെന്ന് ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഞാനിപ്പോൾ എൻഗേജ് ചെയ്തോന്ന് നോക്കാം. നമുക്ക് ഈ ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നോക്കുകയാണ്, യു ഹാവ് ഓൾറെഡി കംപ്ലീറ്റഡ് ഓൾ ഇൻഡസ്ട്രി. അപ്പോൾ ഞാനിത് ഓൾറെഡി കംപ്ലീറ്റ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് എനിക്ക് ഇത് പോയിന്റ് കിട്ടി. ഇനി 300 പോയിന്റ് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇവിടെ ബൈ ഐറ്റം ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കണ്ടില്ലേ മേക്ക് എ സെലക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുക, 300 പോയിന്റ്സ് ഈ റോൾ എനിക്ക് മേടിക്കാൻ വിചാരിക്കുക. അപ്പോൾ കൊടുത്താൽ എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ ഇത്രയും പോയിന്റ്സ് ഉണ്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ റോള് മേടിക്കാൻ കിട്ടും. കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ ആ പോയിന്റ്സ് ഇല്ല, എൻ്റെ ആ കുറച്ച് പോയിന്റ്സ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ പോയിന്റ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യാം, നേരത്തെ വന്ന ഫഗ്ലി സെർവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഫഗ്ലിയിൽ വന്നു. പക്ഷേ എന്ത് ചെയ്യും, ഒരുപാട് കമാൻഡുകളുണ്ട്. അപ്പോൾ ബോട്ടിൽ പോയി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ കമാൻഡ് സ്ലാഷ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കമാൻഡുകൾ. ലീഡർ ബോർഡ് ചെക്ക് ചെയ്യാം. ആ ലീഡർ ബോർഡ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര വരെയുള്ള പോയിന്റ് എത്രയെന്ന് കാണാൻ പറ്റും. കണ്ടില്ലേ, എൻ്റെ 261 ആകെ 3 പോയിന്റ് മാത്രമാണ് എനിക്ക് ആകുള്ളത്. 261 റാങ്കാണ് എനിക്ക് എന്ത് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതുപോലെ പോയിന്റ് കളക്ട് ചെയ്യുക. പോയിന്റ് കളക്ട് ശേഷം എന്ത് ചെയ്യാം,
ചില പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ ചില സെർവറിൽ ഈ പോയിന്റ് കളക്ട് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പോൾ വരുന്ന ട്വിറ്ററിനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ വെറുതെ എൻഗേജ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രൊഫൈലിൽ എന്ത് ചെയ്യാം, ആ എൻഗേജ്മെന്റ് കഴിഞ്ഞ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റീട്വീറ്റ് എന്ത് ചെയ്യാം, എടുത്ത് കളയാം. നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ കമന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ആ ഒരു ബോട്ട് വെരിഫൈ ചെയ്യുന്നവരെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ കളയുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവരും മറക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ റോളുകൾ എന്ന് പറഞ്ഞ സംഭവം ഇതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും പേഴ്സണൽ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ മേലെ വന്നെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് കാണാൻ പറ്റും. ഈ ഡയറക്റ്റ് മെസ്സേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പറ്റും നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആരെങ്കിലുമൊക്കെ ഡയറക്റ്റ് മെസ്സേജ് ഞാൻ അയക്കും. പിന്നെ ഒരു സ്കാം ഉണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഒരൊറ്റ സെർവറിലുള്ള അഡ്മിൻസ് പോലും അവർ പറയാതെ നിങ്ങൾക്ക് ടാഗ് ചെക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ടാഗ് ചെക്ക് ചെയ്യുക, റോളുകൾ എവിടെ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ഞാനൊരു സെർവറിൽ വന്നു എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് ഇട്ടു, ഞാനിപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ വീണ്ടും ഗോട്ടിന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പം നമ്മുടെ റോൾ ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ഓരോരുത്തർ മെസ്സേജ് അയക്കും, അവരുടെ റോളും ക്ലിക്ക് ചെയ്ത് നോക്കാം. മോഡ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓരോ തരത്തിലായിരിക്കും പേരുണ്ടാവുക. അപ്പോൾ മോഡ് എന്ന് പറഞ്ഞിട്ട് റോളോ അല്ലെങ്കിൽ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള റോളോ എന്ത് ചെയ്യാം, നമുക്ക് അവരായിട്ട് ചാറ്റ് ചെയ്യാം. അപ്പോൾ അവർ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് DM ചെയ്യാമെന്ന് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൺഫേം ചെയ്യുന്ന മോഡാണെന്ന് കൺഫേം ചെയ്യണം. അങ്ങനെയുള്ള ആൾ DM ചെയ്യണമെങ്കിൽ ഓക്കെ എന്ന് ഇരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കുമ്പോൾ ഒരു ആരെങ്കിലുമൊക്കെ റാൻഡായിട്ട് വന്നിട്ട് പറയും, ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒരു പച്ച സാധനം കണ്ട, പച്ച സാധനം ആദ്യമായിട്ട് അതായത് ഒരു 5-8 ദിവസമായിട്ടുള്ള ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു സെർവറിൽ അവർ ജോയിൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാർ നേരെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു പച്ച ഇലയുടെ ചിഹ്നം കാണും. അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ അക്കൗണ്ടിൽ നിന്നൊക്കെ എന്ത് വരും, നിങ്ങൾക്ക് ഞാൻ DM അയച്ചിട്ടുണ്ട്, അവിടെ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ട് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അറിയും. അപ്പോൾ നിങ്ങൾക്ക് DM ഇതുപോലെ കുറേ മെസ്സേജുകൾ വരും. കണ്ടില്ലേ ഇതുപോലെ കുറേ ആൾക്കാർ മെസ്സേജ് ഇട്ടുണ്ടോ. അപ്പോൾ ഞാനിവിടെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു സ്കാം ഒന്നുണ്ടാകുന്നത്, ഞാനിപ്പോൾ മെസ്സേജ് റിക്വസ്റ്റിൽ പോകണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ലേ SRPT, ഞാൻ ഏതോ ഒരു ചാനലിൽ എന്തോ ചോദിച്ചപ്പോൾ എനിക്ക് ഇതിൻ്റെ ഡൗട്ട് വന്നു. കണ്ടില്ലേ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വന്നേക്കണം. അപ്പോൾ ഞാനിവിടെ ഇഷ്യൂ ഉണ്ടെന്ന് യെസ് എന്ന് വന്നിട്ട് ഇടണമെങ്കിൽ എന്ത് ചെയ്യും, അവരെനിക്ക് എന്ത് ചെയ്യും, ഒരു SRPT ലിങ്ക് അയച്ചിരും. ആ ലിങ്കിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ അവർ പറയും വാലറ്റ് കണ്ട് ചെയ്യാൻ പറയും. വാലറ്റ് കണ്ട് ചെയ്ത് എന്ത് പറ്റും, അവർ ഹാക്കേഴ്സ് ആയിരിക്കും, നിങ്ങളുടെ വാലറ്റ് ഡ്രെയിൻ ആയി പോവും, നിങ്ങളുടെ വാലറ്റിലുള്ള ഫണ്ടൊക്കെ പോവും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആരും ഒറ്റ മോഡ്സ് പോലും നിങ്ങൾക്ക് DM ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ചെയ്യാം. അല്ലാതെ നിങ്ങൾ ആർക്ക് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യേണ്ട, ഇഗ്നോർ ചെയ്ത് വിടാം. നിങ്ങളുടെ ഫ്രണ്ട്സ് റിക്വസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഗ്നോർ ചെയ്ത് വിട്ടിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് കളയുകയും ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ മെയിനായിട്ട് ഡിസ്കോഡിലുള്ളത്. അപ്പോൾ ഇതിൽ കുറേ സെറ്റിങ്സിലൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചറും അതുപോലെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇഷ്ടമുള്ളതനുസരിച്ച് നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവിടെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ഫോൺ നമ്പറും ഇമെയിലും എടുത്ത് വെച്ച് വെരിഫൈ ചെയ്ത് വെക്കാൻ നോക്കുക. എപ്പോഴും 100 സെർവർ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരൊറ്റ ഡിസ്കോഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടില്ല എൻ്റെ 100 കഴിഞ്ഞ് എന്ത് പറ്റും, നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും സെർവറിൽ നിന്ന് ലീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വല്ല പഴയ പ്രോജക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റോളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ പ്രോജക്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, റൈറ്റ് അടിച്ചിട്ട് ലീവ് സെർവറിന് അടിച്ച് എന്ത് പറ്റും, നിങ്ങൾക്ക് ആ സെർവറിൽ നിന്ന് ലീവായി പോകാനും പറ്റും. പിന്നെ ആ സെർവർ ഉണ്ടാവില്ല. പിന്നെ ചില പ്രോജക്റ്റിലൊക്കെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു ഇവൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ കുറേ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ റൈലിൽ അടിച്ചിട്ട് എന്ത് ചെയ്യാം, അത് വേണമെങ്കിൽ മ്യൂട്ട് ചെയ്ത് 2 ലൈറ്റ് ടേണിംഗ് ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സെർവറിനില്ല, അവിടെ ഇരുന്ന നോട്ടിഫിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് എന്തില്ല വരില്ല. അല്ലെങ്കിൽ എന്ത് വരും, നമ്മുടെ ഫോണിൽ എന്ത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും, അവിടെ എന്ത് പോസ്റ്റ് ഇട്ടാലും. കാരണം 100 സെർവറിൽ 100 സെർവറിന് നോട്ടിഫിക്കേഷൻ കാര്യം ആലോചിച്ചൂടെ, ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സെർവർ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ചാനലിൽ വന്നിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മ്യൂട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ സെറ്റിങ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എല്ലാ പോസ്റ്റിനും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കണമെങ്കിൽ അങ്ങനെ ഓൺ ആക്കാം. പിന്നെ എനിക്ക് ഇതിൽ വരുന്ന ഗീവ് അവേയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ആക്കണം എന്ത് ചെയ്യാം, ഓൾ മെസ്സേജ് കൊടുത്ത് എന്ത് പറ്റും, ഇതിൽ വരുന്ന എല്ലാ മെസ്സേജും എനിക്ക് ഇതേ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഫോണിലാണെങ്കിൽ ഇവിടെയാണെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോയ്സിനനുസരിച്ച് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യുക. അതുപോലെ ഓരോ സെർവറിലും കയറുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, എല്ലാത്തിനും വെരിഫൈ ചെയ്യുക. മാക്സിമം റോൾസ് എന്ത് ചെയ്യുക, അക്വയർ ചെയ്യാൻ നോക്കുക. എല്ലാത്തിനും റോൾസാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ചിലപ്പോൾ പോസ്റ്റ് ഇടുമ്പോൾ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ഇടുമ്പോൾ എന്ത് വരും, ചിലപ്പോൾ നമ്മൾ പറയും ഡിസ്കോഡ് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റോൾ കിട്ടുന്ന പറയും, ആ റോളിന് ചിലപ്പോൾ യൂസേഴ്സ് ഉണ്ടാകുന്ന പറയും. അപ്പോൾ അങ്ങനത്തെ പ്രോജക്റ്റിലൊക്കെ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ പ്ലൂമിലൊക്കെ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. കുറേ പേര് പ്ലൂമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. പ്ലൂമിൽ മെസ്സേജ് അയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂമിൽ ഓരോ റോൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ പ്ലൂമിൽ കിട്ടുന്ന റോളിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു ലെവൽ കൂടും. ആ ലെവൽ കൂടുന്നതനുസരിച്ച് റോൾ കിട്ടും. ആ റോൾ കിട്ടുന്നതനുസരിച്ച് അവരുടെ പ്രോജക്റ്റിൻ്റെ അലോക്കേഷൻ വരുമ്പോൾ ചിലപ്പോൾ നല്ലൊരു അലോക്കേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. ഉറപ്പ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ഓരോ പ്രോജക്റ്റിൽ അവർ പറയും റോൾ അക്വയർ ചെയ്തെങ്കിൽ അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആ റോൾസ് അക്വയർ ചെയ്യാനായിട്ട് ഗ്രാൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ നീ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവൈറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ആരെങ്കിലും ഈ ഒരു സെർവറിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെന്ന് എന്ത് ചെയ്യുക, ഈ ഒരു ആരോ മാർക്കും ക്ലിക്ക് ചെയ്തിട്ട് ഇൻവൈറ്റ് പീപ്പിൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ കസ്റ്റം ആയിട്ടൊരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ എഡിറ്റ് ഇൻവൈറ്റ് ലിങ്ക് കൊടുത്തിട്ട് എക്സ്പേസ് ആവട്ടെന്നല്ലേ അത് നെവർ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ജനറേറ്റ് ഇൻവൈറ്റ് ലിങ്ക് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഇപ്പോൾ നമുക്കൊരു സപ്പോർട്ട് ചാനലുണ്ട്. സപ്പോർട്ട് ചാനൽ വന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ആ ലിങ്ക് എന്താണ് ഞാനിവിടെ
ഇടാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യം ആ ലിങ്ക് വഴി നിങ്ങളുടെ ഇൻവിറ്റേഷൻ വഴി കയറാൻ പറ്റും. അപ്പോൾ ചില പ്രൊജക്റ്റിലൊക്കെ ഇൻവിറ്റേഷനൊക്കെ പോയിന്റ്സ് ഉണ്ടാവും, ചില ഒട്ടുമിക്ക പ്രൊജക്റ്റിന് ഇൻവിറ്റേഷന് പോയിന്റ്സ് ഇല്ല. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളത് അതിലുള്ള ഡിസ്കോഡിലുള്ള ആക്ടിവിറ്റീസിക്കും പിന്നെ നിങ്ങൾക്ക് അയക്കുന്ന മെസ്സേജിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളത്. അപ്പോൾ ഇനി വേറെ ഒന്നും ഡൗട്ടില്ല വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തിനും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ഗ്രൂപ്പിൽ ചോദിക്കുക, അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലായിട്ട് ചോദിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് ക്ലിയർ ആവാത്തുണ്ട് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഫർദർ വീഡിയോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇടാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.